ഹലോ ഗൈസ്, ഞങ്ങൾ ലുലുവിലാണ് ആസ് യൂഷ്വൽ. അപ്പോൾ ഒരു വർഷമായി കെട്ടിയിട്ട് ആവാൻ പോകുന്നു. 10-15 ദിവസം 20 ദിവസം കൂടെ ഉള്ളൂ. ഇല്ല, 23 ദിവസം ഉണ്ടല്ലോ. അല്ല, ഇന്ന് 21 22 ദിവസം. ഇനി 22 ദിവസം. അപ്പൊ എന്തായാലും ഒരു ചെറിയ ചാലഞ്ച് കൊടുക്കാന്ന് വിചാരിച്ചു. എന്തായാലും രണ്ടുപേരും 500 രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. 500 രൂപയുടെ അവൻ്റെ കാശ് മേടിക്കാന്നായിരുന്നു വിചാരിച്ചു, പക്ഷെ നടന്നില്ല ഗൈസ്. അത് പിന്നെ പോട്ടെ, കുഴപ്പമില്ല. 500 രൂപയ്ക്ക് ഞാൻ അവന് 500 രൂപയ്ക്ക് അകത്ത് എത്ര സാധനം വേണമെങ്കിലും മേടിക്കാം, പക്ഷെ 500 രൂപയ്ക്കകത്ത് മേടിച്ചു കൊടുക്കാം. അവനും എനിക്ക് 500 രൂപയ്ക്കകത്തുള്ള സാധനം മേടിച്ചു തരും. ഇല്ല ബിബി, 500 റുപ്പീസ് ചലഞ്ച്. 600 രൂപ പറഞ്ഞാൽ മതിയായിരുന്നു കേസ്. മിനിസോല പ്ലസ്സിയുടെ റേറ്റ് 600 സംതിങ് ആണ്. ഞാൻ കുറേ ദിവസം കൊണ്ട് എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇതിനെന്തായാലും അത് മേടിക്കില്ലല്ലോ. നോക്കിയപ്പോൾ സ്റ്റുഡിയോയിൽ സെയിൽ നടക്കുകയാണ്. 149 to 499 അണ്ടറിലാണ് അവിടുത്തെ സാധനങ്ങൾ മൊത്തം ഉള്ളത്. ഞാൻ കണ്ടപ്പോൾ എന്തായാലും എൻ്റെ ലേഡീസ് സെക്ഷനിലോട്ട് എൻ്റെ കണ്ണൊന്ന് പോയി. അവിടെ ജെൻസിൻ്റെ അവിടെ പോയപ്പോൾ എനിക്ക് എന്താ പറയുക, അങ്ങനെ എടുത്ത് കൊടുക്കാനായിട്ട് ഒന്നും തോന്നിയില്ല. ടീഷർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി എടുക്കുന്നതാണ്. ഇതിൽ കയറി ഇറങ്ങി, പക്ഷെ എപ്പോഴും ഉടുപ്പൊക്കെ മേടിക്കണമല്ലേ, അപ്പോൾ ഉടുപ്പ് വേണ്ട എന്നുള്ളൊരു തോന്നൽ കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ലെറ്റ്സ് സീ. അങ്ങനെ ഞാൻ നടന്ന് ഫാഷൻ സ്റ്റോറിലെത്തി. ഫാഷൻ സ്റ്റോർ ലൈക്ക് ലുലു സെലിബ്രേറ്റിൻ്റെ ഫാഷൻ സ്റ്റോറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് അറിയാലോ നമുക്ക് ഗെയിംസിൻ്റെ ഏരിയയിലോട്ട് പോയി. ബിക്കോസ് ഹീ ലൈക്സ് ഗെയിംസ്, സോ ഐ ജസ്റ്റ് തോട്ട് ഐ വിൽ ഫൈൻഡ് സം ഗെയിംസ്. പക്ഷെ 500 രൂപയ്ക്കകത്ത് ഇതൊന്ന് എനിക്ക് മേടിക്കാൻ വലിയ മടിയിലായിരുന്നു. കാശ് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ മറ്റേ അറ്റ കേക്ക് ഉപ്പ് തേക്കാത്ത ടൈപ്പാണെന്ന് അവൻ എപ്പോഴും പറയാറുണ്ട്. ഈ കൈൻഡ് ഓഫ് ചില സമയത്ത് മാത്രം. അങ്ങനെ ഞാനൊരു ചെസ്സ് കണ്ടുപിടിച്ചു. ദാറ്റ് വാസ് 410 രൂപ. 410 രൂപയ്ക്ക് ചെസ്സും പിന്നെ ബാക്കി 60 രൂപയ്ക്ക് മേടിച്ചാൽ മതിയല്ലോ. അങ്ങനെ നോക്കി. ഹോട്ട് വീൽസിൻ്റെ കാറൊക്കെ ഭയങ്കര റേറ്റാണ്, വിചാരിക്കുന്ന പോലെയല്ല. ഒരെണ്ണത്തിന് 350 രൂപയായിരുന്നു. 500 രൂപയ്ക്കകത്ത് 2 സാധനം മേടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടെ എന്തായാലും ഒരു 60 രൂപ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ അവനോട് ഇപ്പോൾ തൽക്കാലം പറയുന്നല്ലോ, വല്ല ഓഫറാണെന്ന് പറയാം. കിട്ടി കേസ്, കിട്ടി. ഓഫർ ഉണ്ടായിരുന്നു കേസ്. ചെസ്സിന് 310 രൂപയും ഇതിന് 150 രൂപയായിട്ട് അങ്ങനെ 471 ടോട്ടലായേ ഉള്ളൂ. ഇനി 30 രൂപയ്ക്കും കൂടെ എന്തെങ്കിലും സാധനം മേടിച്ച് കഴിഞ്ഞാൽ തീർന്നു. 30 അല്ല, 29 രൂപ. കണ്ട പോലെ 2 ഗിഫ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പലതും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം, പക്ഷെ ഒന്നുമില്ല സാധനം. ദിസ് ഈസ് സംതിങ് എൽസ്. കാണിക്കില്ല. ആൻഡ് നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ശരിക്കും ആ ചാലഞ്ചിലുള്ള ഗിഫ്റ്റ്. ഓഫർ പ്രൈസും കൂടെ കഴിഞ്ഞിട്ടാണ് ചാലഞ്ചിൽ കറക്റ്റ് ആയത്. ഓക്കെ, സോ ഇനി നോക്കാം അവൾ എന്തുമായിട്ടാണ് വരുന്നത്. ഞാൻ എന്തായാലും കാറിലെത്തി. ലാസ്റ്റ് ഓപ്ഷൻ ചോക്ലേറ്റ് ആണ് 30 രൂപയ്ക്ക്. അതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നേരം ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടന്നിട്ട് ഞാൻ ഇവനെ മാത്രം കണ്ടിട്ടില്ല. ഇവിടെ ഏത് സൈഡിലോട്ട് പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിഷ്ടമുള്ള കടയിലൊന്നും ഇല്ല. ഇനി സ്വന്തമായിട്ട് 500 രൂപയ്ക്ക് സാധനം വാങ്ങിക്കണമെന്നാണോ മനസ്സിൽ വിചാരിച്ചെന്ന് എനിക്കൊരു സംശയം. ചോക്ലേറ്റ് 30 രൂപ. ഒരു ഗാലക്സി പോലും കിട്ടില്ല. ഗാലക്സിക്ക് 50 രൂപയാണ്. ഞാൻ 3 ബൂമർ മേടിച്ചു. വന്നിട്ടുണ്ട് എന്തൊക്കെയായിട്ട് വരുന്നുണ്ട്. തിന്നാനുള്ള എന്തോ സാധനം മാറ്റിക്കൊണ്ട് വന്നേക്കുവാന്ന് തോന്നുന്നു. നിനക്ക് ഓൾറെഡി ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സാധനം വാങ്ങിച്ച് കഴിഞ്ഞ്. അതിന് നീ എന്തിനാണ് എന്റെ കവറിനകത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അത് ഞാൻ എന്താന്ന് നോക്കിയതാ. ടീഷർട്ട് അല്ലേ, ടീഷർട്ട് എന്നല്ലേ നീ പറഞ്ഞത്? നീ സ്റ്റുഡിയോയിലേക്ക് ഓടി ചാടി കയറി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാമോ? ലിപ്സ്റ്റിക് അല്ല, വേണ്ട. പിന്നെ നീ ചെസ് ഗസ് ചെയ്തില്ലല്ലോ. ചെസ്സോ? ചെസ്സല്ലേ? നീ
ചെസ് നീ ഗസ് ചെയ്തില്ലല്ലോ. നീ ആ ടീഷർട്ട് വാങ്ങിച്ചോണ്ട് വരാൻ പോവല്ലോ പറഞ്ഞു. ചെസ് ഉണോ 2 സ്ഥലത്ത് പോയി എടുത്തു. അത് ഒരേ സ്ഥലത്ത് വാങ്ങിച്ചാ. ഉണോ എടി, ഇത് സാധാ ഉണോ അടി. നന്നായി. ഇതേ ഇത് സാധാ ഉണോ അടി. നിനക്ക് വാങ്ങിച്ചിരുന്നു എന്നെ വേണം തന്നെ. നീ ഗസ് ചെയ്യുന്ന അവിടെ മിനിസോയിന്ന് അവിടെ കണ്ടില്ലല്ലോ. നീ ഒന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സാധനം. വാട്ടർ ബോട്ടില് നീ തുറക്ക്, നീ മുഴുവൻ തുറക്ക്. സീ ഗൈസ്, ഞാൻ ഓൾറെഡി അവർക്ക് 2 ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെന്താ വാങ്ങിച്ചത്? 2 അല്ല 3 അല്ല ഓഫറിലുണ്ട്. 70% ഓഫ് ഉണ്ട്. 70% ഇതിനല്ല ഓഫ്, അവിടെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഓഫ് ഉണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിലുള്ള ഒരു ബോർഡ് ഉണ്ട്, അത് വായിക്കണമായിരുന്നു. എല്ലാ സാധനത്തിനും ഇത്ര ശതമാനം ഓഫ് ഉണ്ട്. ഓരോ സാധനങ്ങൾക്ക് ഓർമ്മ. എന്തായാലും ഇതാ 400 സംതിങ് എന്തോ ആയിരുന്നു. 500 രൂപയ്ക്ക് തികച്ചു വാങ്ങിക്കണം. 500 അങ്ങനെ അത്രേ ഉള്ളു. 500 രൂപയ്ക്ക് തികച്ചു വാങ്ങിക്കണം. ഞാൻ അതിനാണ് അവസാനം പോയത്. 3 ബൂമർ മേടിച്ചിട്ടുണ്ട്. അതൊന്നൊരു കാര്യം. ഗാലക്സി എടുക്കാൻ പോയപ്പോ ഗാലക്സിക്ക് ഈ ഷർട്ട് ഞാൻ ആനിവേഴ്സറിക്ക് വാങ്ങിച്ചതാണ്. ഇനി ഒരു പച്ചയും കൂടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അല്ലാതെ ഒരു 3 ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ ഞാൻ അല്ലാതെ അവർക്ക് വേറൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു. എന്താന്ന് പറ? എനിക്ക് കുപ്പിയും കിട്ടി, അവന് ചെസ്സും കിട്ടി, ഊണയും കിട്ടി. അപ്പൊ പിന്നെ പോവാലോ. ഇത് ലാഭം അവൾക്കാണോ കേട്ടോ. ഞാൻ കൊറേ നേരെ വെക്കടി. ഇങ്ങനെയാണ് ഒരു ക്യാമറ. കൊറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ ആക്ച്വലി ഇതിപ്പോ എത്രാമത്തെ തവണ ഞാൻ പറയണ്ടേ അല്ലേ. ഇവന്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് ഐ വാച്ച് ആണ്. അത് സീരീസ് 9. അതുകൊണ്ട് കൂടുതൽ ഡയറി ഓടിക്കണ്ട.